ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി ചിക്കൻ പക്കോടയാണ്. എങ്ങനെ ഈ ചിക്കൻ പക്കോട തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഒരു പാത്രം കടലമാവ്, ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതിൽ ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇടാൻ മറന്നുപോയി, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാവ് കുഴച്ചെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിലോട്ട് ഇടാം. എണ്ണ ഒഴിച്ച് ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ കാഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിലോട്ട് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോന്നായിട്ട് മറിച്ചിടാം. നമുക്ക് അടിഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ.